ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് റെപ്രസെൻ്റ് എ പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് കമ്പനി ജസ്റ്റ് ലൈക്ക് ഷെയർസ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഇറ്റ് ഈസ് ദ കൺസോൾഡേറ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ്. എന്താണ് കൺസോൾട്ടേഷൻ ബേസിൽ എന്താണ് ഫുള്ളി പെയ്ഡ് ഷെയർസ് എന്നാണ് ലോർഡ് ഹാർട്ട്ലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. സ്റ്റോക്ക് ഈസ് നോ ഡെഫിനിറ്റ് വാല്യൂ, ഇറ്റ് ക്യാൻ ബി ഓഫ് ഓൾ എനി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഷെയർസിനെയാണ്, ഒരു ബണ്ടിൽ ഓഫ് ഷെയർസിനെ നമുക്ക് എന്ത് പറയാം, സ്റ്റോക്ക് എന്ന് പറയാം. ഇനി ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫേസ് വാല്യൂ ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ഫേസ് വാല്യൂ, ഇറ്റ് ക്യാൻ ബി ഡിനോമിനേഷൻ ആണ്. ഷെയർ ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ്. ഇറ്റ് ഈസ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് ആണ്. എല്ലാ ഡിഫറൻസും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി, ഇറ്റ് cannot be issued directly. It has distinct number ആണ്. It has no such number ആണ്. It cannot be issued or transferred in fraction ആണ്. It can be transferred in fraction subject to a minimum വാല്യൂലാണ്. It can be issued by any company. Only limited companies can convert their shares into stock. പിന്നെ ഷെയർസിൽ ഇറ്റ് ഈസ് ഓൾവേസ് രജിസ്റ്റേർഡ് ആണ്. ഇറ്റ് മേ ബി രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ് ആണ്. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ ആണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂവിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഓഫർ ഫോർ സെയിലും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഒന്ന് റൈറ്റ് ഇഷ്യൂ, ഒന്ന് പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഓഫർ ഫോർ സെയിൽസും ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യാൻ കഴിയും. ഇനി ഫസ്റ്റ് വൺ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. എ പ്രൈവറ്റ് കമ്പനി cannot issue a prospect, hence it is usually raise its capital. Private placement, a public limited company can also raise its capital by placing shares privately and without inviting the public for subscription of shares. Private placement is the issue of securities of company direct to one investor or small group of investors. Generally investors are the financial institutions or other assisting companies or selected or private persons such as friends and relatives promoter. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി പ്രോസ്പെക്റ്റസ് ഒന്നും ഇഷ്യൂ ചെയ്യുകയില്ല. ആ സമയത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുക. പബ്ലിക് കമ്പനി ഓൾസോ ക്യാപിറ്റൽ പ്ലേസ് ചെയ്യുന്നത് വിത്തൗട്ട് ഇൻവൈറ്റിംഗ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. അതായത് പ്രൈവറ്റ്ലി ചെയ്യുന്നതിനേക്കാൾ വിത്തൗട്ടായിട്ടാണ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാറുള്ളത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് പ്ലേസ്മെൻറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഏൺ ചെയ്തത്. അതുപോലെ തന്നെ ജനറൽ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ അസിസ്റ്റിംഗ് കമ്പനീസ് ഓർ സെലക്റ്റഡ് പ്രൈവറ്റ് പേഴ്സൺ സച്ച് ആസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പനീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കവർ ചെയ്തും അതുപോലെ തന്നെ പ്രൈവറ്റ് പേഴ്സൺസിനെ കവർ ചെയ്തും അതുപോലെ തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവർക്കൊക്കെയാണ് ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തുകാൻ ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന കണ്ടീഷൻ പറയുന്നുണ്ട്. 2 കണ്ടീഷനേ ഉള്ളൂ. ഒരു കണ്ടീഷന് എ കമ്പനി ഹാസ് ടു പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. ദ ഷെയർ ഷുഡ് നോട്ട് ബി സോൾഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. ദിസ് പീരീഡ് ഇസ് കോൾഡ് ലോക്ക് ഇൻ പീരീഡ്. അതായത് 3 ഇയേഴ്സിൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് നമ്മൾ ചെയ്തതിൻ്റെ 3 ഇയറിൽ കൂടാൻ പാടില്ല നമ്മൾ ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നു, ലോക്ക് ഇൻ പീരീഡ് എന്നും പറയുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇനി റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ഇസ് എ ചീപ്പ് വേ ഓഫ് റൈസിങ് ഫിനാൻസ്. നമുക്ക് ചീപ്പായിട്ടുള്ള വിലയിൽ നമുക്ക് ഫിനാൻസ് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് നോ എക്സിസ്റ്റിംഗ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. അത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നോ പ്രോസ്പെക്ടസ് ഇസ് ഇഷ്യൂഡ്. ഈ ഒരു കേസസിൽ പ്രോസ്പെക്ടസ് ഒന്നും നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പബ്ലിക് ഇഷ്യൂ മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ബേസിൽ നമ്മൾ പബ്ലിക്കിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നു.
ഇത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറും രണ്ടാമത്തെ ഓഫർ ഫോർ സെയിൽസും. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് കമ്പനി സെൽസ് ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ദി ജനറൽ പബ്ലിക് ഓർ ഫസ്റ്റ് ടൈം. ഫസ്റ്റിൽ തന്നെ എന്താണ്, സെക്യൂരിറ്റീസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്താണ് സ്റ്റോക്കും അതുപോലെ തന്നെ ഷെയറൊക്കെ എന്താണ് ജനറൽ പബ്ലിക്കിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കും. അതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഓഫർ ഫോർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിങ് ഷെയർസ് ഡയറക്ട്ലി ടു ദ പബ്ലിക് ബൈ ദ കമ്പനി സെൽഫ്. കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് ഓരോ ഷെയർസും എന്താണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. അതേഴ്സ് ത്രൂ ദ ഇമ്മീഡിയറ്റ് സച്ച് ഇഷ്യൂ ഓഫ് ഹൗസ്, മർച്ചൻറ്റ് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓർ ഫേം സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അതായത് ഇഷ്യൂ ഓഫ് ഹൗസസിനോ അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്ക്സിനോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനോ ഫേംസ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനൊക്കെ നമ്മളെന്താണ് ഡയറക്റ്റ് തന്നെ കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഓഫർ ഫോർ സെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ ഫോർ ഇഷ്യൂ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒന്ന് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡും രണ്ടാമത്തെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡുമാണ്.